എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടച്ചക്ക കൊണ്ടുള്ള 2 വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കടച്ചക്കേനെ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉപ്പേരി, മുളകൊക്കെ കുത്തി വറവിട്ടിട്ടൊരു ഉപ്പേരിയും പിന്നെ ഒരു മസാലക്കറിയും കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് നമ്മളിത് നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കഴുകിയിട്ട് കൊടുക്കുക. അത് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്കിത് എന്താ പറയുക, അടുപ്പത്ത് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അനിയത്തീൻ്റെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ നിറയെ ഉണ്ട്, പക്ഷേ പറിക്കാൻ കഴിയില്ല. ഒരുപാട് ഉയരം മരം നിറച്ചുണ്ട്. പിന്നെ ഇത് മഴ കൊള്ളുമ്പോഴേക്കൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ 2-3-4 എണ്ണം കിട്ടി, അതും കൊണ്ട് വന്നതാണ് ഞങ്ങൾ. അതൊക്കെ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. മുളക് ഞാൻ പൊടിയാണ് ഇടുന്നത്. ക്രഷ് ചെയ്ത മുളകാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്, കാരണം കുറച്ച് ഉപ്പേരിയല്ലേ ഉള്ളൂ. ഒരു ചക്ക പകുതിയാക്കിയതാണ്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളിപ്പോൾ അങ്ങനെ വേവിച്ചതുകൊണ്ട് ഇത് ഉടയാതെ കിട്ടി. ഇത് ഇളക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാവും, കാരണം പെട്ടെന്ന് വേവുന്ന സാധനം. അത് നല്ലൊരു പശ ഉള്ള പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഉപ്പേരിയും ഇഷ്ടമാണ്, കറിയും ഇഷ്ടമാണ്. കറി വെച്ചാൽ ശരിക്കും നമ്മൾ ചിക്കൻ കറി വെച്ച പോലെ ഉണ്ടാവും. ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ചക്ക, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്. ഇത്രയും സാധനം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതവിടെ എന്താ പറയുക, ഞങ്ങൾ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ നേരമില്ലായിരുന്നു, പറിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് കിട്ടിയ ഒരു 2-3 എണ്ണം പറിച്ച് പോകുന്നതാണ് രാവിലെ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ മസാല ചേർക്കേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയൊന്നും അതങ്ങനെ കാണുന്നില്ല. ഞങ്ങളവിടെ അടുത്തൊന്നുമില്ല, പക്ഷേ നമുക്ക് പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നല്ല വിലയുള്ള സാധനമാണ്. പിന്നെ തക്കാളി ഞാൻ അതിൽ ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് കുക്കറിലേക്ക് തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കട്ടെ. ഞാൻ അതിൽ ചിക്കൻ മസാല ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനധികം വിസിലൊന്നും വേണ്ട കേട്ടോ. ഒരു വിസിലിന് ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ ആ വിസിൽ നമുക്ക് കളയാം, കാരണം അത്ര വേവേ ഉള്ളൂ. അധികം വേവില്ലാത്തൊരു സാധനമാണ് ഇത്. അങ്ങനെ വിസിലിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നിട്ട് നമുക്കിതിനെ ഓഫാക്കാം. ഇനി തേങ്ങയിലേക്ക് വേണ്ടത് തേങ്ങയും ഇത് വറക്കാനുള്ളതാണ്. അപ്പോൾ പെരുംജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് ചേർത്ത് നമുക്ക് തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വരാം. തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണേ. അങ്ങനെ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ വെള്ളം ചേർത്തുകൊണ്ട് ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചിട്ട് ഞാൻ വിസിൽ കളഞ്ഞതാണ്. ഞാൻ വെച്ചിട്ടില്ല, വിസിൽ ഫുള്ള് പോവാൻ നിർത്തിയിട്ടില്ല, ഞാൻ ഫുള്ള് കളഞ്ഞതാണ് വിസിൽ. അതുകൊണ്ട് ചക്കയൊന്നും അധികം വെന്തുടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് കഷ്ണമായിട്ട് കടിക്കാൻ കിട്ടും. മറ്റേത് വേഗം അലിഞ്ഞ് പോകുമ്പോൾ ഇളക്കുമ്പോൾ
ഒരു ഉണ്ട പോലെ കെട്ടിപ്പോവും. അപ്പോൾ അത് കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. ഇനി അത് കറിയിലേക്ക് ഒഴിച്ച് ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉപ്പേരിയും കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക എന്താ അഭിപ്രായങ്ങളൊക്കെ എന്നുള്ളത്. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞങ്ങളായിട്ട് ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞു. നന്ദി.